ജല്ലിക്കെട്ട് മത്സരങ്ങളുടെ ആവേശത്തിലാണ് തമിഴ്നാട് കേട്ടോ. അതിനിടയിൽ പുറത്തു വന്ന മനസ്സ് മടുപ്പിക്കുന്ന ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ജല്ലിക്കെട്ട് കാളയെ കൊണ്ട് ജീവനുള്ള കോഴിയെ ബലമായി തീറ്റിക്കുന്ന വീഡിയോ പുറത്തുവിട്ട യൂട്യൂബർക്കെതിരെ കേസെടുത്തു. വിനയ് ഉണ്ണി ചേരുന്നു തത്സമയം. വിനയ്, ഏതായാലും ദൃശ്യങ്ങളിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലെ റിപ്പോർട്ടിലുള്ളത് പോലെയൊക്കെ നമുക്ക് മനസ്സ് മടുക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. ഇങ്ങനെ ജല്ലിക്കെട്ട് കാളയൊക്കെ ജീവനുള്ള കോഴിയെ നിർബന്ധിച്ച് തീറ്റിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊരു ക്രൂരത തന്നെയാണല്ലേ? കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു വീഡിയോ രഘു ചിത്രീകരിക്കുന്നത്. രഘു ഒരു വ്ളോഗറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലടക്കം നിരവധി ഫോളോവേഴ്സുള്ള ഒരു റീച്ചുള്ള ഒരു വ്ളോഗർ കൂടിയാണ്. അതായത് മധുരയിലെ ജല്ലിക്കെട്ടിന് തൊട്ട് മുമ്പായി കാളകളെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഈ ജല്ലിക്കെട്ട് വീരന്മാർ. ഇതിപ്പോൾ ഈ സംഭവം നടക്കുന്നത് സേലം അതിനടുത്ത ചിന്നപ്പെട്ടിയിലാണ്. ഇവിടെയുള്ള ചില ജല്ലിക്കെട്ട് വീരന്മാരാണ് ഈ കാളയെ കൊണ്ട് നിർബന്ധിച്ച് കോഴിയെ കഴിപ്പിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ചത്. രഘു അടക്കം ആ വീഡിയോയിലുണ്ട്. ഇതിൽ ചെയ്യുന്നത് രണ്ടുപേർ ചേർന്ന് ഈ കാളയുടെ കൊമ്പിൽ നിർബന്ധമായി പിടിക്കുന്നു. തുടർന്ന് മറ്റൊരാൾ ഈ കാളയുടെ വായിലേക്ക് കോഴിയെ വെച്ച് കൊടുക്കുന്നതും അവയെ ഈ കോഴിയെ കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതുമായ ഒരു വീഡിയോയാണ് രഘു ചിത്രീകരിക്കുക മാത്രമല്ല രഘു ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ കണ്ടാണ് പിന്നീട് മൃഗസംരക്ഷണ പ്രവർത്തകർ രംഗത്തെത്തുകയും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് സസ്യബുക്കായ കാളയെ കൊണ്ട് ഇത്തരത്തിൽ നിർബന്ധപൂർവം ഒരു കോഴിയെ കഴിക്കാൻ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്ന വകുപ്പിൽ നിരവധി വകുപ്പുകൾ, ആ നിയമത്തിൽ നിരവധി വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളടക്കം പോസ്റ്റ് ചെയ്യുന്നതടക്കം ആ ഒരു വകുപ്പ് കൂടി ചേർത്തുള്ള കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് രഘു എന്ന വ്ളോഗർക്കെതിരെയും. ഈ വീഡിയോയിൽ ആരെല്ലാമാണോ ഇത്തരത്തിൽ ഈ കാളയെ കൊണ്ട് ഇത്തരത്തിൽ നിർബന്ധിച്ച് ഈ കോഴിയെ കഴിപ്പിക്കുന്നത് അവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ നിലവിൽ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. എന്തെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ ഇത്തരത്തിലൊരു ക്രൂര വിനോദത്തിന് ഇടയാക്കുന്ന ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു തടയുന്നതിന് വേണ്ടിയാണ് നിയമം നിർമ്മാണം നടത്തേണ്ടത്. ജല്ലിക്കെട്ടിന് ആരും എതിരല്ല. പക്ഷേ ജല്ലിക്കെട്ടിന് മുമ്പായി നടക്കുന്ന ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ പ്രവർത്തകരടക്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.